21 മണിക്കൂറുണ്ട് അവിടെ യാത്ര. ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് 2 ദിവസത്തെ അവധിയുണ്ട്. മാമി പേരയ്ക്ക് തന്നത് അറിയാൻ പോവാണ്. എന്ത് മാമി നമുക്ക് ഇഡലി ചൂടാക്കുകയാണ്. മാമിയുടെ വീട്ടിലെ പൂജാമുറി ഇതാണ്. ഇവരിവിടെ കുടിക്കാൻ ഉപയോഗിക്കുക. ഇവരധികവും ഫ്രൂട്ട്സാണ് കഴിക്കുക. ഇവിടെ കാഴ്ച നെയ്ക്കൊമ്പലങ്ങയാണ്. ഇത് ജ്യൂസ് കുടിക്കാറുണ്ട്. ഇതിവിടെ തന്നെ കാഴ്ച മധുരക്കിഴങ്ങാണ്. മാമിയുടെ ആഹാരം കഴിക്കുകയാണ് അവര്. നല്ല രുചിയായിരിക്കും മാമിയുടെ ആഹാരം. കണ്ടോ, മാമി തന്നെ കൊള്ളാമോ ചോദിക്കുകയാണ്. കണ്ടോ, മാമിയുടെ ഇഡലിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സാമ്പാറും ഇഡ്ഡലി എവിടെ? ഇഡലി ഇത് മാമി രാമച്ചയിട്ട വെള്ളം ഇവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തതാണ്. രാമച്ചയിട്ട വെള്ളം മാമി കുറച്ചുമ്പോ കുടിച്ചപ്പോ മനസ്സിലായില്ലായിരുന്നു നമുക്ക്. നല്ലത്. ഇത് പിടിക്കണം. ചോറ് സാമ്പാറാണോ അമ്മ കഴിക്കുന്നത്? ഇഡ്ഡലി ഇങ്ങനെയും കഴിക്കാം. മാമി അടുത്ത ചക്കപ്പഴം കൊണ്ടുവന്നു. ഇവിടെ കാഴ്ച ചക്ക. സീസണില്ലാത്ത സമയത്തും ചക്ക കിട്ടുന്ന സ്ഥലമാണ് മാമിയുടെ വീട്. ചക്ക കഴിച്ചിട്ട് കൈ കഴുകാൻ പാടില്ലേ? നമ്മുടെ സ്വന്തം പ്ലാവിലെ ചക്ക ആണെങ്കിൽ കൈ കഴുകാൻ പാടില്ല. അതാണ് ശാസ്ത്രം. അങ്ങനെ നോക്കൂലേ? ഇപ്പൊ ചക്ക വെട്ടിട്ട് പക്ഷെ നമ്മളങ്ങനെ കൈ കഴുകിയിട്ടാണ് ചക്ക വെട്ടണത്. അരക്ക് പറ്റാതിരിക്കുക. അതിന് മുമ്പേ കൈ കഴുകും. കഴുകിയിട്ട് അരക്ക് പറ്റൂല. വെള്ളം പാടില്ല. പിന്നെ അത് എണ്ണയിട്ട് ശരിയാക്കും. ഇതിവിടുത്തെ പഴയ ഗ്രൈൻഡർ. ഇതാണ് ഇവിടുത്തെ പണപ്പെട്ടി. ഇവിടുന്ന് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങാണ്. ഇതാണ് ചേട്ടൻ്റെ സൈക്കിൾ, ഇത് അവരുടെ കാറ്. ഇവിടെ വരുമ്പോഴത്തേക്കും 12 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. അവിടെ പകലും ഇവിടെ രാത്രിയാണ്. അവൻ ഇവിടെ നേരെ തിരിച്ചായല്ലോ. അപ്പൊ ഉറക്കമില്ല. ഇവിടെ ഇവർ ഉറങ്ങുമ്പോ ഞാൻ എണീറ്റിരിക്കും, ഇവർ എണീറ്റിരിക്കുമ്പോ ഞാൻ ഉറങ്ങും. ആഹാരത്തിന് അവിടെയും കുറവില്ല, ഇവിടെയും കുറവില്ല. ശരി മാമി, പോയിട്ട് തരാം. കഥ കളിച്ചു.